എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുംബൈയിലേക്ക് ഒരു യാത്ര പോകാൻ പോകുകയാണ്. പക്ഷേ കാഴ്ചകൾ കാണാനല്ല, മറിച്ച് മുംബൈയിലെ ചില അത്ഭുത മനുഷ്യരെക്കുറിച്ച് പഠിക്കാൻ. അവരെ വിളിക്കുന്ന പേര് ഡബ്ബാവാലകൾ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പേര്? ദ സാഗ ഓഫ് ദ ടിഫിൻ കാരിയേഴ്സ് അഥവാ ടിഫിൻ ബോക്സുകൾ കൊണ്ടുപോകുന്നവരുടെ ഇതിഹാസ കഥ എന്നാണ് നമ്മുടെ ഇന്നത്തെ പാഠത്തിന്റെ പേര്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗൗരവം തോന്നുന്നില്ലേ? പക്ഷേ ഇത് വളരെ രസകരമായൊരു വിഷയമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? ആരാണ് ഈ ഡബ്ബാവാലകൾ? ഡബ്ബ എന്ന് പറഞ്ഞാൽ ബോക്സ്, അതായത് ടിഫിൻ ബോക്സ്. വാല എന്ന് പറഞ്ഞാൽ ആ ആള്. അപ്പോൾ ഡബ്ബാവാല എന്ന് പറഞ്ഞാൽ ടിഫിൻ ബോക്സുകൾ കൊണ്ടുപോകുന്ന ആൾ. സിമ്പിൾ. പക്ഷേ അവരുടെ ജോലി അത്ര സിമ്പിളല്ല. മുംബൈ പോലൊരു വലിയ നഗരത്തിൽ രാവിലെ വീടുകളിൽ നിന്ന് ഉച്ചഭക്ഷണം വാങ്ങി ദൂരെയുള്ള ഓഫീസുകളിലും സ്കൂളുകളിലും ജോലി ചെയ്യുന്നവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ സംഘമാണിവർ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ അമ്മ ഉണ്ടാക്കിത്തരുന്ന ചൂടുള്ള ചോറും കറിയും ഒരു മാറ്റവുമില്ലാതെ കൃത്യം ഉച്ചയ്ക്ക് 12:30 നിങ്ങളുടെ ഓഫീസിലെ മേശപ്പുറത്തെത്തുന്നു. എന്തൊരു നല്ല കാര്യമാണത്, അല്ലേ? പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കേണ്ട, വീട്ടിലെ ഭക്ഷണം തന്നെ കഴിക്കാം. ഇതൊരു ചെറിയ കാര്യമല്ല. ഏകദേശം 5000 ഡബ്ബാവാലകൾ ചേർന്ന് ദിവസവും 2 ലക്ഷം ടിഫിൻ ബോക്സുകളാണ് ഡെലിവറി ചെയ്യുന്നത്. 2 ലക്ഷം! വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതും മുംബൈയിലെ തിരക്കേറിയ ലോക്കൽ ട്രെയിനുകളിലും സൈക്കിളുകളിലും തലച്ചുമരായുമൊക്കെയായി. ഈ ഡബ്ബാവാലകളിൽ ഭൂരിഭാഗം പേർക്കും എഴുതാനോ വായിക്കാനോ അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്നിട്ടും ഇത്രയും വലിയൊരു ശൃംഖല അവരെങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? അവിടെയാണ് അവരുടെ മാജിക് ഇരിക്കുന്നത്. നമുക്ക് ആ മാജിക്കിലേക്ക് വരാം. ഈ സമ്പ്രദായം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1890-ൽ, അതായത് 130 വർഷങ്ങൾക്ക് മുൻപ്, മഹാദേവ് ഹവാജി ബച്ചെ എന്ന ഒരാളാണ് ഇത് തുടങ്ങിയത്. അന്ന് വെറും 100 കസ്റ്റമേഴ്സാണുണ്ടായിരുന്നത്. പക്ഷേ ഇന്നതൊരു വലിയ പ്രസ്ഥാനമായി മാറി. തലമുറകളായി ഒരേ കുടുംബത്തിലുള്ളവർ തന്നെ ഈ ജോലി ചെയ്തു വരുന്നു. അവർക്കൊരു യൂണിയനുണ്ട്, മുംബൈ ടിഫിൻ ബോക്സ് സപ്ലയേഴ്സ് അസോസിയേഷൻ എന്നാണ് അതിന്റെ പേര്. ഈ ഡബ്ബാവാലകളെ കാണാൻ ഒരു പ്രത്യേകതയുണ്ട്. അവർ സാധാരണയായി വെള്ള കുർത്തയും പൈജാമയും പിന്നെ തലയിൽ ഒരു വെള്ള ഗാന്ധിത്തൊപ്പിയുമാണ് ധരിക്കാറ്. അവർക്ക് ചില നിയമങ്ങളൊക്കെയുണ്ട്. ജോലി സമയത്ത് മദ്യപിക്കാൻ പാടില്ല, എപ്പോഴും ID കാർഡ് കയ്യിൽ കരുതണം, അങ്ങനെ പലതും. ഇനി ഒരു ടിഫിൻ ബോക്സിന്റെ യാത്ര എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ ഏകദേശം 9 മണിയോടെ ഒരു ഡബ്ബാവാല സൈക്കിളിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ടിഫിൻ ബോക്സ് വാങ്ങും. അങ്ങനെ പല വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഏകദേശം 30-40 ടിഫിൻ ബോക്സുകൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ആദ്യത്തെ സോർട്ടിംഗ് നടക്കുന്നത്. അതായത് ഓരോ ടിഫിനും എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് തരംതിരിക്കും. ഇത് വെറുതെ തരംതിരിക്കുകയല്ല, അതിനൊരു പ്രത്യേക കോഡിംഗ് സിസ്റ്റമുണ്ട്. ആ കോഡ് നോക്കിയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. എന്തൊരു ബുദ്ധിയാണല്ലേ! സ്റ്റേഷനിൽ വെച്ച് ഒരേ സ്ഥലത്തേക്ക് പോകേണ്ട ടിഫിൻ ബോക്സുകളെല്ലാം ഒരുമിച്ച് വലിയ തടിപ്പെട്ടികളിലാക്കി ലോക്കൽ ട്രെയിനിന്റെ ലഗേജ് കമ്പാർട്ട്മെന്റിൽ കയറ്റും. പിന്നെ ട്രെയിൻ യാത്രയാണ്. ഉച്ചയ്ക്ക് മുൻപ് ആ ടിഫിൻ ബോക്സുകൾ എത്തേണ്ട സ്റ്റേഷനിൽ എത്തും. അവിടെ വീണ്ടും ഒരു സോർട്ടിംഗ് നടക്കും. ആ സ്റ്റേഷനിലെ ലോക്കൽ ഡബ്ബാവാലകൾ ആ ടിഫിൻ ബോക്സുകൾ ഏറ്റുവാങ്ങി ഓരോ ഓഫീസിലേക്കും സൈക്കിളിലോ കാൽനടയായോ കൊണ്ടുപോയി കൃത്യം മേശപ്പുറത്തെത്തിക്കും. ഇതിനെല്ലാം കൂടി എടുക്കുന്ന സമയം വെറും 3 മണിക്കൂറാണ്. 60 കിലോമീറ്റർ ദൂരം വരെ അവർ ഇങ്ങനെ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് അവരുടെ ആ മാജിക് കോഡിനെക്കുറിച്ച് സംസാരിക്കാം. ഇതാണ് അവരുടെ വിജയരഹസ്യം. ഓരോ ടിഫിൻ ബോക്സിനു മുകളിലും പല നിറത്തിലുള്ള അക്ഷരങ്ങളും അക്കങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത് കണ്ടാൽ ഒരു സാധാരണക്കാരനൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഒരു ഡബ്ബാവാലയ്ക്ക് അതെല്ലാം കൃത്യമായി അറിയാം. അതിലെന്തൊക്കെ വിവരങ്ങളാണുള്ളതെന്നോ? എവിടെ നിന്നാണ് ഈ ബോക്സ് വരുന്നതെന്നതിൻ്റെ ഒരു ചുരുക്കെഴുത്തുണ്ടാകും. ഏത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് കാണിക്കാൻ ഒരു നിറത്തിലുള്ള കോഡുണ്ടാകും. ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെന്ന് കാണിക്കാൻ ഒരു നമ്പറുണ്ടാകും. പിന്നെ ഏത് കെട്ടിടത്തിലാണ് എത്രാമത്തെ നിലയിലാണ് എത്തിക്കേണ്ടതെന്ന് കാണിക്കാൻ വേറെ അടയാളങ്ങളും ഉണ്ടാകും. എഴുത്തും വായനയും അറിയാത്തവർക്ക് പോലും മനസ്സിലാകുന്ന ഒരു ചിത്രഭാഷ പോലെയാണിത്. അടിപൊളിയല്ലേ? ഇവരുടെ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കൃത്യതയാണ്, ആക്യുറസി. ഇവർക്കൊരു 6 സിഗ്മ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ഈ 6 സിഗ്മ എന്നറിയാമോ? വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളുടെയും നിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ്. 6 സിഗ്മ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പെർഫെക്റ്റ് എന്നാണ് അർത്ഥം. ഡബ്ബാവാലകളുടെ കാര്യത്തിൽ 60 ലക്ഷം ഡെലിവറി നടത്തുമ്പോൾ ഒരു തെറ്റു മാത്രമാണ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. 60 ലക്ഷത്തിൽ 1. നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ എത്ര തെറ്റുകൾ വരുത്താറുണ്ട്? ഇവർക്ക് തെറ്റേ പറ്റാറില്ല എന്ന് തന്നെ പറയാം. അഡ്രസ് മാറുകയോ ഭക്ഷണം എത്താതിരിക്കുകയോ ഒന്നും സംഭവിക്കാറില്ല. അതൊരു ലോക അത്ഭുതം തന്നെയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ജോലി തീർന്നോ? ഇല്ല.
ഉച്ചയ്ക്ക് 1:30-നും 2 മണിക്കുമിടയിൽ ആ ഒഴിഞ്ഞ ടിഫിൻ ബോക്സുകളെല്ലാം അവർ തിരികെ ശേഖരിക്കും. എന്നിട്ട് രാവിലെ വന്ന അതേ വഴിയിലൂടെ അതേ സിസ്റ്റം ഉപയോഗിച്ച് ആ ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം വൈകുന്നേരം 6 മണിക്ക് മുൻപ് വീടുകളിൽ തിരിച്ചെത്തിക്കും. അപ്പോൾ ഒരു ദിവസം ഒരു ടിഫിൻ ബോക്സ് 2 യാത്രകൾ നടത്തുന്നുണ്ട്. പോകുമ്പോൾ ഭക്ഷണവുമായി, തിരികെ ഒഴിഞ്ഞ പാത്രവുമായി. എന്തൊരു ചിട്ടയായ പ്രവർത്തനമാണ്! ഇവരുടെ ഈ അത്ഭുതകരമായ പ്രവർത്തനത്തെക്കുറിച്ച് ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. വെയിൽസ് രാജകുമാരനായ പ്രിൻസ് ചാൾസ് ഇന്ത്യയിൽ വന്നപ്പോൾ ഈ ഡബ്ബവാലകളെ കാണാൻ സമയം കണ്ടെത്തുകയും അവരോടൊപ്പം കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്തു. അതവർക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിരുന്നു. അതുപോലെ വിർജിൻ ഗ്രൂപ്പിന്റെ തലവനായ റിച്ചാർഡ് ബ്രാൻസൺ ഇവരുടെ പ്രവർത്തനം നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദിവസം അവരോടൊപ്പം യാത്ര ചെയ്യുക പോലുമുണ്ടായി. ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിൽ, ഹാർവാർഡിൽ പോലും ഡബ്ബാവാലകളുടെ ഈ മാനേജ്മെന്റ് സിസ്റ്റം ഒരു കേസ് സ്റ്റഡിയാണ്. അതായത് വലിയ ബിരുദങ്ങൾ ഒന്നുമില്ലാത്ത ഈ സാധാരണ മനുഷ്യർ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് വിദഗ്ധരെ പഠിപ്പിക്കുകയാണ് എങ്ങനെ ഒരു കാര്യക്ഷമമായ സിസ്റ്റം ഉണ്ടാക്കാമെന്ന്. ഇതിനെയാണ് നമ്മൾ ഇതിഹാസം അല്ലെങ്കിൽ സാഗ എന്ന് പറയുന്നത്. കഠിനാധ്വാനത്തിന്റെയും സത്യസന്ധതയുടെയും ടീം വർക്കിന്റെയും ഒരു ഇതിഹാസകഥ. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006-066-6363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.